ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ എല്ലാവർക്കും ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി ഒഴിവാക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് നാഷണൽ ലീഗ് നേതാക്കൾ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ എത്തി. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തോട് പൊതുവിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി. പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസ്താവനകൾക്ക് സംഘപരിവാറാണ് ശ്രമിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി. മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ശക്തമായി ആക്ഷേപിക്കാനുള്ള നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയുമായി ഇടത് ഘടകകക്ഷിയായ നാഷണൽ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ AP അബ്ദുൽ വഹാബും നേതാക്കളും എത്തി. മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിച്ചെന്ന പ്രചാരണം തെറ്റാണ്. ചില രാഷ്ട്രീയ നേതാക്കളുടെ തന്ത്രങ്ങളെയാണ് വെള്ളാപ്പള്ളി തുറന്നുകാട്ടിയതെന്നും AP അബ്ദുൽ വഹാബ്. അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചു. സാറ് പറഞ്ഞ സംഗതികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലുള്ള ആശങ്കയും പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ മുതലെടുക്കാൻ വർഗീയ ശക്തികളുണ്ട്. മലപ്പുറം പരാമർശത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ലീഗുമായി സഹകരിക്കാതെ ആയപ്പോൾ തന്നെ മുസ്ലിം വിരോധിയാക്കി. മുസ്ലിം സമുദായത്തിന്റെ കുത്തകാവകാശം ഏറ്റെടുക്കാനുള്ള അവകാശം ലീഗിനില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ കുത്തകാവകാശം ഏറ്റെടുത്ത് നടത്താനുള്ള അവകാശമൊന്നും അവർക്കില്ല. 3 പതിറ്റാണ്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ചേർത്തല യൂണിയൻ സംഘടിപ്പിക്കുന്ന മഹാസംഗമം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം, ആലപ്പുഴ.